ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള 75 വിമാന സർവീസുകളാണ് എയർ ഇന്ത്യ നിർത്താൻ പോകുന്നത്. ഇതിൽ 25 സർവീസും കരിപ്പൂരിൽ നിന്നാണ്. ഇത് ഏറെയും ബാധിക്കാൻ പോകുന്നത് കുവൈറ്റ് യാത്രക്കാരെയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. MDFിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് KM ബഷീർ നമുക്കൊപ്പം ചേരുന്നു. എയർ ഇന്ത്യ കാണിക്കുന്നത് ജനങ്ങളോട്, പ്രത്യേകിച്ച് മലബാറിലുള്ള ഒരു കൊലച്ചതിയാണ്. ടാറ്റ ഏറ്റെടുത്തന്ന് മുതൽ എയർ ഇന്ത്യ മലബാറിനെ അവഗണിക്കുകയാണ്. വളരെ മോശമായ രീതിയിലാണ് അതിനെ മാനേജ്മെൻറ്റ് മലബാർ മേഖലയിലെ യാത്രക്കാരോട് പെരുമാറുന്നത്. ഏറ്റവും കൂടുതൽ യാത്രാ ക്ലേശം, മനുഷ്യാവകാശ ലംഘനം അവർ നടത്തുന്നത് കുവൈത്ത്, കോഴിക്കോട് സെക്ടറിലാണ്. പ്രവാസികളുടെ, അതായത് ഇന്ത്യക്ക് വിദേശ നാണ്യം നേടിത്തരുന്ന അതിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം പ്രവാസികൾ കരിപ്പൂർ, കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ആശ്രയിക്കേണ്ടവരാണ് കുവൈത്തിലുള്ളത്. അവർക്കിപ്പോൾ ഏത് ഭാഗത്തേക്ക് യാത്ര ചെയ്യുമെന്നുള്ള പ്രതിസന്ധി എത്തിച്ചിരിക്കുകയാണ് എയർ ഇന്ത്യ. അവരിപ്പോൾ നാട്ടിലെത്തണമെങ്കിൽ ബോംബെ, ഡൽഹി അല്ലെങ്കിൽ കൊച്ചിയിലൊക്കെ പോയിട്ട് ബൈ റോഡിന് ഒരുപാട് സ്പെൻഡ് ചെയ്യണം. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട്, റിസ്ക്കാണ്. അങ്ങനെ വരണം. എന്താണ് ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾ പ്രധാനമന്ത്രി, വ്യോമയാന വകുപ്പ് മന്ത്രി, DGCA ഡയറക്ടർ ജനറൽ, മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ എല്ലാവർക്കും ഡയറക്റ്റായിട്ട് ഡൽഹിയിൽ കത്തുകൾ എത്തിച്ചിട്ടുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്യും. മലബാർ ഡെവലപ്മെൻറ്റ് ഫോറം ഒക്ടോബർ 15 കോഴിക്കോട് രക്തസാക്ഷി മണ്ഡപത്തിൽ ഈ അനീതിക്കെതിരെ, കുവൈത്ത് പ്രവാസികളോട് ചെയ്യുന്ന അനീതിക്കെതിരെ സത്യാഗ്രഹ സമരം നടത്തുന്നു. ഈ സത്യാഗ്രഹ സമരം ഒരു സൂചനയാണ്. പ്രവാസികളെ ചുവന്ന കാർപ്പറ്റിൽ സ്വീകരിക്കേണ്ടതിന് പകരം എന്തിനാണ് ഇങ്ങനെ ദ്രോഹിക്കുന്നത്? കുവൈത്തിലെ പ്രവാസികൾ മനുഷ്യാവകാശ, അവരുടെ യാത്രാ അവകാശം ഗവൺമെൻറ്, അതായത് എയർ ഇന്ത്യ എക്സ്പ്രസ്, വ്യോമയാന വകുപ്പ് അവർ തടഞ്ഞിരിക്കുന്നു. ഇത് പുനഃസ്ഥാപിക്കണം. ഇപ്പോൾ ഏതാണ്ട് ബൈലാറ്ററൽ എഗ്രിമെൻറ്റ് ബഹുമാനപ്പെട്ട വ്യോമയാന വകുപ്പ് മന്ത്രി അപ്ഗ്രേഡ് ചെയ്തു. 24,000 സീറ്റുണ്ട്. എന്നിട്ട് എന്തുകൊണ്ട് അൽ ജസീറക്കും കുവൈത്ത് എയർവേസിനും കരിപ്പൂരിലേക്ക് സർവീസ് നൽകുന്നില്ല? അവർ സർവീസിനായിട്ട് കുവൈത്ത് എയർലൈൻസിൻ്റെയും അൽ ജസീറയും അധികൃതർ, നമ്മുടെ വ്യോമയാന വകുപ്പ് അധികൃതർ സമീപിച്ചെങ്കിലും അനാവശ്യമായ തടസ്സങ്ങൾ നീട്ടിക്കൊണ്ട് അതിൻ്റെ അനുമതി നിഷേധിക്കുകയാണ്. നേരെ മറിച്ച് കൊച്ചിയിലും തിരുവനന്തപുരത്തും ഇഷ്ടം പോലെ കുവൈത്ത് എയർലൈൻസിൻ്റെയും ജസീറിൻ്റെയും സർവീസും അനുവദിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് വലിയ വിവേചനം, കരിപ്പൂരിനെ തകർക്കുകയെന്ന ഔദ്യോഗിക മേഖലയിലുള്ള ഒരു ഗൂഢാലോചന കൂടിയായി ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നു. കുവൈത്തിലെ മലയാളികളായ ലക്ഷക്കണക്കിന് മലബാർ പ്രവാസികൾക്ക് യാത്ര സ്വാതന്ത്ര്യം ലഭ്യമാക്കണം, നീതി ലഭ്യമാക്കണം. അതുവരെ MDF സമരമുഖത്തുണ്ടാവും. അതിൻ്റെ തുടക്കമാണ് ഒക്ടോബർ 15. മലബാറിലെ ജനങ്ങളോട്, പ്രത്യേകിച്ച് പ്രവാസികളോട് വലിയ തരത്തിൽ വിവേചനമാണ് കാണിക്കുന്നത് അല്ലേ? GCC പ്രവാസികളിൽ ഏതാണ്ട് ഒരു വലിയ പങ്ക്, 85% മലബാർ പ്രദേശവും അതുപോലെ കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തെ ആശ്രയിക്കുന്നവരാണ്. എന്തുകൊണ്ട് ആ ഫെസിലിറ്റി, നേരിട്ടുള്ള യാത്രാ സൗകര്യം അവർ അനുവദിക്കുന്നില്ല? അതാണ് നമുക്കതിൻ്റെ കുട്ടൻസ്, അതിൻ്റെ രസാന്തരം എന്താണെന്നുള്ളത് മനസ്സിലാവുന്നില്ല. അത് വല്ലാത്തൊരു അനീതിയാണ്. ഇവരെ ദ്രോഹിക്കണം എന്നുള്ള എന്ത് ടൈപ്പ് ഓഫ് മനഃശാസ്ത്രം പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. അധികൃത ഭാഗത്തു നിന്നും, എയർ ഇന്ത്യ എക്സ്പ്രസ്, എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉള്ള അവരുടെ മനഃശാസ്ത്രം എന്താ നമുക്ക് മനസ്സിലാകുന്നില്ല. ശക്തമായി പ്രതികരിക്കണം. കുവൈത്തിലെ മലയാളി സംഘടനകളും പ്രവാസികളും ഇങ്ങനെ നിർജീവമായി ഇരിക്കരുത്, ശക്തമായി രംഗത്ത് വരണം. MDFിൻ്റെ കൂടെ കൂട്ടുചേർന്ന് ഒക്ടോബർ 15. ഏതായാലും നിരാശാജനകമായ ഒരു കാര്യമാണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് വരുന്നത് എന്നുള്ളതാണ്. പ്രവാസികളെ സംബന്ധിച്ച് യാത്രാ പ്രശ്നം തടസ്സപ്പെടുന്നു, അല്ലെങ്കിൽ യാത്രാ സൗകര്യം ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി ഉയർന്നു വരികയും ചെയ്തത്. ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.